എറണാകുളം തൃക്കാക്കരയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച മലിനജല സംസ്കരണ പ്ലാന്റ് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. പ്ലാന്റിൽ നിന്ന് മലിനജലം റോഡിലേക്കും ജനവാസ മേഖലയിലേക്കും ഒഴുകുന്നുവെന്നാണ് പരാതി. ദുർഗന്ധം രൂക്ഷമായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തൃക്കാക്കര നഗരസഭാ മാർക്കറ്റിലെ കച്ചവടക്കാരുടെ മലിനജലം സംസ്കരിക്കുന്നതിനായി 2023-24 കാലഘട്ടത്തിൽ 38 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് നഗരസഭ മാർക്കറ്റിന് സമീപം മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചത്. എന്നാൽ പ്ലാന്റിന്റെ പ്രവർത്തനത്തിലെ പോരായ്മകളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പ്ലാന്റിൽ നിന്ന് മലിനജലം റോഡിലേക്കും സമീപത്തെ ജനവാസ മേഖലയിലേക്കും ഒഴുകുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഈ പകർച്ചവ്യാധികൾ ഈ മഴക്കാലത്ത് വരാനുള്ള മെയിൻ സാഹചര്യം തന്നെ ഇങ്ങനെയുള്ള മലിനജലം ഈ കാണയിലും വീടുകളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ മഞ്ഞപ്പിത്തം അതുപോലെ ഡെങ്കു പനിയൊക്കെ കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമാണ് ശ്രീബീനർ എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്കും ആശങ്കയുണ്ട്, അതുപോലെ തന്നെ എനിക്കും ഇതിൽ വളരെയധികം ആശങ്കയുണ്ട്. അവർക്ക് പറയാൻ പറ്റുന്നത് കൗൺസിലർ എന്നല്ല എന്നോടേ പറയാൻ പറ്റുള്ളൂ. ഞാനത് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മലിനജലം കെട്ടിക്കിടക്കുന്നത് പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതയും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പ്ലാന്റിന്റെ നിർമ്മാണത്തിലും പ്രവർത്തനത്തിലുമുണ്ടായ പോരായ്മകളാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആക്ഷേപം. വിഷയം പരിഹരിക്കാൻ നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.